ഗവൺമെന്റ് ചില മുടിക്കൈകൾ ഇറങ്ങിയിരിക്കും. 60,000 പേരെ ദാരിദ്ര്യമുക്തി ലഭിച്ചതാണ്. 5,95,000 പേര് അതിദരിദ്രരുണ്ടെന്ന് ഒരു മാസം മുമ്പ് GR അനിൽ നിയമസഭയിൽ പറഞ്ഞു. ഒരു മാസം കൊണ്ട് ഈ 5 ലക്ഷം ആളുകൾ എങ്ങനെ സമ്പന്നരായി എന്നുള്ളത് നമുക്കറിയില്ല. ഒരു മാസം കഴിയുമ്പോൾ 65,000 പേരുള്ള ദരിദ്രർ. 5 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഒറ്റ മാസം കൊണ്ട് സമ്പന്നരായി മാറിയ എപ്പടി വിദ്യ. അതിന് മമ്മൂട്ടി, മോഹൻലാല്, കമലഹാസൻ, മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഒക്കെ വലിയ ബഹുമാനമാണ്. കേരളത്തിലെ പാവപ്പെട്ടവരോട് നിങ്ങൾക്ക് ഈ പാവങ്ങളെല്ലാം അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ആ പുക എടുത്ത് സിനിമ കൊട്ടകയിൽ വന്ന് സിനിമ കാണുന്നുണ്ട്. മമ്മൂട്ടി മോഹൻലാലിനെല്ലാം ആരാധിക്കുന്നവർ. ആ പാവങ്ങളെ ഈ സർക്കാർ പറ്റിക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങൾ പോയി നിങ്ങളുടെ ആരാധകരായ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കരുത്. സർക്കാർ കമലഹാസന് എന്തൊരു മനസ്സിലായിട്ടുണ്ടാവില്ല തമിഴ്നാട്ടിലായിരുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിനും അറിയാമല്ലോ ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇത് കൂട്ടിയിരിക്കുന്നത്? എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്, മോഹൻലാലിനെ ഇഷ്ടമാണ്. അവര് റിലീസാവുന്ന പടമൊക്കെ ആദ്യത്തെ റിലീസ് ദിവസത്തിൽ ആദ്യ ഷോയിൽ പോയി കാണുന്ന ഒരാളാണ് ഞാൻ. കോളേജ് പഠിക്കുന്ന കാലം പറയുന്നത്. മമ്മൂട്ടിയോട് അഭ്യർത്ഥിക്കുകയാണ്, മോഹൻലാലിനോട് അഭ്യർത്ഥിക്കുകയാണ്, ജനങ്ങളെ വഞ്ചിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത്. നിങ്ങളെ ആരാധിക്കുന്ന ജനസമൂഹത്തിന് അത് വേദനയുണ്ടാവും. നിങ്ങൾക്കറിയാം തട്ടിപ്പാണ്. കാരണം സർക്കാർ തന്നെ പറഞ്ഞു 5,95,000 ആളുകൾ. ഞാൻ ചോദിക്കട്ടെ, താൽക്കാലിക സീറ്റിൽ കഴിയുന്ന എത്രയോ ആളുകൾ ഈ നാട്ടിലുണ്ട്? ലൈഫ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, തട്ടിപ്പല്ലേ? ഒരു 3-4 പേരാണ് ആ പഞ്ചായത്ത് വാർഡിൽ വീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത്. എന്നിട്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് ജനങ്ങളെ ദ്രോഹിക്കുകയാണ്.